ഇന്ന് ശിവരാത്രിയാണല്ലോ, അപ്പോൾ ഒരു ശിവക്ഷേത്രം തന്നെ ചെയ്യണമെന്നൊരാഗ്രഹം. അങ്ങനെ എത്തിപ്പെട്ടത് യാക്കരയിലുള്ള ശ്രീ വിശ്വേശ്വര ക്ഷേത്രത്തിലാണ്. വളരെ വളരെ കാലങ്ങൾക്ക് മുമ്പ് ശ്രീനാരായണ ഗുരുദേവൻ പാലക്കാട് എത്തിയ സമയത്ത് അദ്ദേഹത്തിന്റെ നിർദ്ദേശമനുസരിച്ചാണ് ഇവിടെ ഈ ക്ഷേത്രം ഉണ്ടായതത്രേ. ക്ഷേത്രത്തിനകത്തോട്ട് പ്രവേശിച്ചതും ഇടതുവശത്തായി വിഘ്നേശ്വരനെയും വലതുവശത്തായി ശ്രീനാരായണ ഗുരുവിന്റെയും പ്രതിഷ്ഠ കാണാൻ കഴിയും. ശിവരാത്രി പ്രമാണിച്ച് ഇവിടെ എന്തൊക്കെ പൂജകളാണ് നടക്കുന്നതെന്ന് രാവിലത്തെ കുറച്ച് നേരത്തെ പൂജകളും മറ്റും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിറയെ ശിവക്ഷേത്രങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ എല്ലാ ലിങ്ക് ഇതോടൊപ്പം കൊടുക്കുന്നു. ഈ ക്ഷേത്രം ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് വിടുക. ബെൽ ബട്ടണും ഒന്ന് പ്രസ് ചെയ്ത് വിടണേ. ലൈക്ക് മറക്കല്ലേ. ഇന്ന് മഹാശിവരാത്രി പ്രമാണിച്ച് ലക്ഷാർച്ചന, മഹായജ്ഞം, മഹാരുദ്രാഭിഷേകം, യാഗപൂജ എന്നിവയെല്ലാം ഉണ്ട്. അതിനു പുറമെ രാത്രി ഓരോ കലാപരിപാടികളുണ്ട്. കഥാപ്രസംഗം, ഭക്തി പ്രഭാഷണം, ഡിജിറ്റൽ സിനിമാ പ്രദർശനം. രാത്രി ഉറക്കം ഇല്ലാതിരിക്കുന്നവരുണ്ടാവുമല്ലോ, അവർക്കൊക്കെ വേണ്ടിയാണ് അത്. ഇന്ന് ഇപ്പോൾ ഈ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് മഹാരുദ്രാഭിഷേകം കാണാനായിട്ടാണ്. ശിവരാത്രി ആയതുകൊണ്ട് തന്നെ എല്ലാ ശിവക്ഷേത്രത്തിലേതെന്ന പോലെയും ഇവിടെയും നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം മുതൽ ഒരു വിശേഷാൽ ഹോമം ഈ ക്ഷേത്രത്തിൽ തുടങ്ങിയിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുദേവന്റെ ഹോമമന്ത്രം ഉരുവിട്ടുകൊണ്ട് 108 പേരെ സംഘടിപ്പിച്ച് എല്ലാ വർഷവും ഗുരു സമാധി ദിവസം ഇവിടെ ഉണ്ടാവും. കഴിഞ്ഞ വർഷം തുടങ്ങി തുടർന്ന് എല്ലാ വർഷവും ഉണ്ടാവും. ഞാൻ കുറേയേറെ ക്ഷേത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ, എൻ്റെ ചാനലൊന്ന് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. പക്ഷെ എല്ലാ ഭഗവാൻ മുന്നിലും വാഹനങ്ങളോടുകൂടിയ പ്രതിഷ്ഠ ഇവിടെയാണെന്ന് തോന്നുന്നു. വേറെ ക്ഷേത്രങ്ങൾ ഞാൻ സന്ദർശിച്ച ക്ഷേത്രങ്ങളിൽ കണ്ടിട്ടില്ല. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്ന് പറഞ്ഞോളൂ കേട്ടോ, എൻ്റെ ഓർമ്മക്കുറവ് കൊണ്ടാണോ എന്ന്. ക്ഷേത്രം ഒന്ന് ചുറ്റി വരുമ്പോഴത്തേക്കും ഇവിടെ പ്രസാദം കൊടുത്തു തുടങ്ങി. ഞാനും വാങ്ങിച്ചു. ശ്രീകോവിലിന് പുറത്തായി ഇതെവിടെ ഇങ്ങനെ ശ്രീ നാരായണ ഗുരുവിന്റെ പ്രതിഷ്ഠ കാണാം. ശ്രീനാരായണ ഗുരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ സന്ദർശിച്ചപ്പോൾ ഇരുന്ന സ്ഥലമാണത്രേ. അതിനോട് ചേർന്ന് തന്നെ അയ്യപ്പസ്വാമിയുടെ പ്രതിഷ്ഠയുമുണ്ട്. ഇത് കണ്ടോ, കണിക്കൊന്ന മരം. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇതിപ്പോ വിഷു ആവാറായില്ലേ അതുകൊണ്ടായിരിക്കും. അല്ല, ഈ ക്ഷേത്രത്തിൽ മാത്രമുള്ള പ്രത്യേകതയാണ്. എപ്പോഴും ഈ കണിക്കൊന്ന മരം പൂത്തുലഞ്ഞിങ്ങനെ നിൽക്കും. യാക്കര ക്ഷേത്രം സന്ദർശിച്ചവർക്ക് അറിയാൻ പറ്റും. നമ്മൾക്ക് ക്ഷേത്രത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ഇവിടുത്തെ പ്രസിഡന്റ് PG സുകുമാരൻ, സെക്രട്ടറി വേണു എന്ന ഗോപാലകൃഷ്ണൻ, ഇവരോട് നമുക്ക് ചോദിച്ചറിയാം. ശ്രീനാരായണ ഗുരുവാണ് ഈ അമ്പലം പ്രതിഷ്ഠിച്ചത്. 1906 നാരായണ ഗുരു ആദ്യമായിട്ട് പാലക്കാട് വരികയും ഇവിടെ വന്ന് ഞങ്ങൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് വന്ന് ഗുരുദേവൻ വന്ന് ഇരുന്നിട്ട് ഇവിടെ ഒരു നല്ലൊരു അമ്പലം പറ്റിയ ഒരു സ്ഥലമാണെന്ന് ഗുരുദേവൻ പറയുകയും ചെയ്തു. 1913 അതിൻ്റെ പ്രതിഷ്ഠ നടത്തിയത്. ഗുരുദേവൻ തന്നെ നടത്തി. അത് നടത്താനുള്ള നടത്തിക്കൊണ്ടിരിക്കാനുള്ള അതിൻ്റെ പേര് വിജ്ഞാനോദയ സഭ എന്നും ഗുരുദേവൻ തന്നെയാണ് നാമകരണം ചെയ്തത്. പിന്നീടാണ് ഇതൊരു സൊസൈറ്റിയായി വരാനും
പിന്നെ 1946 എല്ലാം അതിൻ്റെ എല്ലാ ബൈലോവും എല്ലാം വെച്ച് തുടങ്ങി വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ഒരു കൊല്ലം മുഴുവൻ ഒരുപാട് പൂജകൾ നടക്കുന്നുണ്ട്. ചില അത്യപൂർവമായ പൂജ പോലും ഇവിടെ നടക്കുന്നുണ്ട്. ഇന്നത്തെ പൂജാവിശേഷങ്ങൾ അറിയാം. ഇന്ന് മഹാശിവരാത്രിയാണ്. ശിവരാത്രിയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൂജ വിശേഷങ്ങൾ. പിന്നെ രാവിലെ 5 മണി തൊട്ടിട്ട് ശിവരാത്രിക്ക് പിന്നെ ഗണപതി ഹോമം, ഉഷപൂജ, അത് കഴിഞ്ഞ ഉടനെ ലക്ഷാർച്ചനയ്ക്കിരിക്കും 7 മണിക്ക്. 7 മണി തൊട്ടിട്ട് 11 മണി വരെ ലക്ഷാർച്ചന നടക്കും. 11 മണിക്ക് ലക്ഷാർച്ചനൻ്റെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മഹാരുദ്രാഭിഷേകം ഉണ്ടാവും. മഹാരുദ്രാഭിഷേകം കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നദാനം കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് 3 മണിക്ക് വീണ്ടും ലക്ഷാർച്ചന തുടരും. 6:15 വരെ തുടരും. 6:15 ഭസ്മാഭിഷേകം ഉണ്ടാവും. ഈ 6:15 ഭസ്മാഭിഷേകം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പ്രദോഷവും കൂടെ ആയതുകൊണ്ട് അഭിഷേകങ്ങൾ നടക്കും. പാല്, ഇളനീര്, തേനുള്ള അഭിഷേകങ്ങൾ നടക്കും. അത് കഴിഞ്ഞിട്ട് അടച്ചുപൂജ ഉണ്ടാവും. വൈകുന്നേരത്ത് 6:45 7 മണിക്കാണ് അത് നടക്കുക. 7 മണിക്ക് കരുന്ന കൃത്യം 8 മണിക്ക് യാമപൂജ തുടങ്ങും. 8 മണിക്കൊന്ന്, 10:15, 1 മണിക്കൊന്ന്, 3 മണിക്കൊന്ന്, 6 മണിക്കൊന്ന്, ഇങ്ങനെയാണ് യാമപൂജ 5 നടക്കും. ഇതെല്ലാം കഴിഞ്ഞ രാവിലെ 6:30 പിതൃതർപ്പണം നടത്തും. അപ്പോഴത്തേക്കും മഹാരുദ്രാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങളായി.
അങ്ങനെ അവിടുത്തെ പൂജയൊക്കെ കഴിയുമ്പോഴേക്കും ഇവിടെ ഭക്ഷണം കൊടുത്തു തുടങ്ങി. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാനും അവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ച് ഇറങ്ങി. മറ്റൊരു നല്ല എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് ചെയ്തു വിടാം. ബെൽ ബട്ടൺ മറക്കല്ലേ. ടാറ്റാ, ബൈ ബൈ.